ഏവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് LPST കോട്ടയം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നും പോയിട്ടുള്ള അഡ്വൈസുകളുടെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. ആദ്യമേ പറയട്ടെ, കോട്ടയം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ള ഒരു ജില്ല കോട്ടയം ജില്ലയാണ്. മറ്റു ജില്ലകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏകദേശം 53 അഡ്വൈസുകൾ പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നും. പക്ഷേ അതിൽ 47 എണ്ണവും DA കാറ്റഗറിയിൽ നിന്നായിരുന്നു. ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും കൂടി ഏകദേശം 6 പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് പരിശോധിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 30 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതിൽ 13 എണ്ണം മാത്രമാണ് DA കാറ്റഗറിയിൽ നിന്ന് പോയിട്ടുള്ളത്. ബാക്കി 8ഉം 9ഉം അതായത് 17 അഡ്വൈസുകൾ മെയിൻ ലിസ്റ്റിൽ നിന്നുമാണ് പോയിട്ടുള്ളത്. അതായത് മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് 17 എണ്ണം പോയിട്ടുള്ളത്. റിസർവേഷൻ കാറ്റഗറിയിൽ 8 പേരും ഓപ്പൺ കാറ്റഗറിയിൽ 7ഉം EWS 2ഉം അടക്കം 9 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് മൂവ്മെന്റ് നടന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ്. ഇനി നമുക്ക് നമ്മുടെ അഡ്വൈസ്, ആദ്യത്തെ അഡ്വൈസിൽ 2 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഒന്നാമത്തെ അഡ്വൈസിൽ 25 എണ്ണവും രണ്ടാമത്തെ അഡ്വൈസിൽ 5 എണ്ണവും, മൊത്തത്തിൽ 30 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇവിടെ 25 അഡ്വൈസിൽ 7 എണ്ണം അൺഫിൽഡ് DA കാറ്റഗറിയാണ്. ബാക്കിയുള്ളതാണ് 18 എണ്ണം ഫ്രഷ് അഡ്വൈസുകൾ. നമ്മുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഓരോ 25 എണ്ണത്തിലും അത് എന്നൊക്കെയാണ് അതിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത്, എന്നാണ് അത് പെൻഡിങ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം DA കാറ്റഗറിക്ക് പെൻഡിങ് ഉണ്ടായിരുന്ന വിഭാഗങ്ങളാണ്. ഇത് 2022 പെൻഡിങ് ഉണ്ടായിരുന്ന DA-HI കാറ്റഗറിക്ക് 2025 അന്നത്തെ സീരിയൽ നമ്പറായ 334 പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു ഒഴിവാണ്. അതാണ് ഈ അഡ്വൈസിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇത് സീരിയൽ നമ്പർ 101, 201 അങ്ങനെ ഓരോ സീരിയൽ നമ്പറിനും പെൻഡിങ് ഉണ്ടായിരുന്നതാണ്. സീരിയൽ നമ്പർ എന്താണെന്ന് നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. നമ്മുടെ ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ് സീരിയൽ നമ്പർ. നമ്മുടെ സീരിയൽ നമ്പർ ഇപ്പോൾ ഉള്ളത് 491 വരെയാണ് പോയിട്ടുള്ളത്. ഇനി 492 മുതലാണ് കണ്ടിന്യൂ ചെയ്യുക. എല്ലാ അഡ്വൈസുകളും ഒരു സീരിയൽ നമ്പർ ഓർഡറിലായിരിക്കും. ഇനി തൊട്ടടുത്തത് 492, അത് കഴിഞ്ഞ് 492 അങ്ങനെ ഒരു റണ്ണിങ് നമ്പർ ഓർഡറിലായിരിക്കും നമ്മുടെ അഡ്വൈസുകൾ പോവുക. ഈ സീരിയൽ നമ്പറിന് അനുസരിച്ചാണ് നമ്മുടെ DA റിസർവേഷൻ വരിക. അവരുടെ ടേണുകൾ വരുന്നത് സീരിയൽ നമ്പർ അനുസരിച്ചായിരിക്കും. ബാക്കിയുള്ള ഓപ്പൺ കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ടേണുകൾ വരുന്നത് മറ്റൊരു റൊട്ടേഷൻ ചാർട്ടിന്റെ പ്രകാരമായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നിലവിൽ 7 OC ആണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത ടേൺ വരുന്നത് 8 ആയിരിക്കും. 8 എന്ന് പറയുന്നത് LC കാറ്റഗറിക്കുള്ളതാണ്, LC-AI കാറ്റഗറിക്കുള്ളതാണ്. അതുപോലെ ഇതിന്റെ തുടക്കത്തിൽ പറയുന്ന പോലെ അതാണ് 18 ഫ്രഷ് ഒഴിവുകൾ ഏകദേശം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1/6/2025 അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെയാണ് 23/12/2024 റിസീവ് ചെയ്ത ഒഴിവാണ്. 1/6/2025 വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൊത്തത്തിൽ 18 ഫ്രഷ് ഒഴിവുകളാണ്. പിന്നെ ഉള്ളത് NJD ആണ്. ഒരു NJDയും നിലവിൽ പെൻഡിങ് ഇല്ല. അതായത് നോൺ ജോയിനിങ് ഡ്യൂട്ടി, അതായത് അഡ്വൈസ് കൊടുത്തതിന് ശേഷം ജോലിയിൽ പ്രവേശിക്കാത്ത ആരും തന്നെ നിലവിലില്ല. NJD ഉണ്ടെങ്കിൽ അവർക്കും തുടക്കത്തിൽ തന്നെ കൊടുക്കും. പിന്നെയുള്ളത് NCA ആണ്. NCA പ്രത്യേകിച്ച് നമ്മുടെ ഈ ലിസ്റ്റിനെ അധികം ബാധിക്കാത്തതാണ്. ചില NCAകൾ മാത്രമേ അത് അവരുടെ ടേൺ ആയിട്ട് പോവുകയുള്ളൂ. ഉദാഹരണത്തിന് നമുക്കൊരു 44 ST NCA SC എന്ന് പറയുന്നത് 5/6/2025 വന്നിട്ടുള്ളതാണ്. അതായത് അന്ന് ST കാറ്റഗറിയിൽ ആളില്ലാത്തതിനാൽ SC കാറ്റഗറിയിൽ നിന്നും കൊടുത്തിരിക്കുന്ന ഒരു ഒഴിവാണ്. അതവർക്ക് അന്ന് STയിൽ ആൾക്കാരില്ലാത്തതിനാൽ STക്ക് പകരം SCക്ക് കൊടുത്തതാണ്. ഇനി നിലവിൽ TPO ഒന്നും തന്നെയില്ല. അതുകൊണ്ട് റൊട്ടേഷൻ ആ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. EWS സെറ്റ് ഓഫും ഒന്നുമില്ല. ഇനി നമ്മുടെ റൊട്ടേഷനിലേക്ക് വരാം.
നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണിച്ചിരിക്കുന്ന അത് 101 സീരിയൽ നമ്പറിൽ DA LV കാറ്റഗറിക്കാർക്ക് പെൻഡിംഗ് ഉണ്ടായിരുന്ന 2022 പെൻഡിംഗ് ഉണ്ടായിരുന്ന ഒരു ഒഴിവാണ് ഇവിടെ LV കാറ്റഗറിക്ക് കൊടുത്തിരിക്കുന്നത്. DA LV 2022 അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒഴിവാണ്. നിങ്ങൾ പഴയ അഡ്വൈസ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. സീരിയൽ നമ്പർ 101 പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേ സീരിയൽ നമ്പറാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത് സീരിയൽ നമ്പർ 492 ഇവിടെ തുടങ്ങുകയില്ല, കാരണം ഇത് പെൻഡിംഗ് ഉണ്ടായിരുന്ന ഒഴിവാണ്. അതുപോലെ തന്നെ സീരിയൽ നമ്പർ 201 LV കാറ്റഗറിക്ക് ഉണ്ടായിരുന്നത് LV പോയി. അതുപോലെ HI കാറ്റഗറിക്കാണ് 334 ഒഴിവുള്ളത്. പക്ഷേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ, കോട്ടയം ജില്ലയിലെ റാങ്ക് ലിസ്റ്റാണ്, നമ്മുടെ കോട്ടയം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ HI നമുക്ക് DA കാറ്റഗറിയിൽ LV കാറ്റഗറിയിൽ 5 പേരും HI കാറ്റഗറിയിൽ ആരും തന്നെ ഇല്ല. അതുപോലെ LD കാറ്റഗറിയിൽ 3 പേരും DAM കാറ്റഗറിയിലും ഒരാളും ആണ്. മൊത്തത്തിൽ 1 4 5 4 9 പേരാണുള്ളത്. HI കാറ്റഗറിയിൽ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇവിടെ HI കാറ്റഗറിക്ക് കൊടുക്കേണ്ട ഒരു ഒഴിവ് HI കാറ്റഗറിക്കാർക്ക് ഇല്ലെങ്കിൽ അത് മറ്റു DA കാർക്ക് കൊടുക്കും. അതായത് നമ്മൾ DA LD കാർക്ക് കൊടുത്തിരിക്കുകയാണ്. HI ഇല്ലാത്തത് കൊണ്ട് അത് DA LD കാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വീണ്ടും DA LD പെൻഡിങ് വന്നു, അത് അവർക്ക് അഡ്വൈസ് ചെയ്തു. ഇവിടെ വീണ്ടും LV കാർക്ക് പെൻഡിങ് ഉള്ളതാണ്, അത് LV. അതുപോലെ HI വീണ്ടും HIയുടെ ഒരു പെൻഡിങ് ഉള്ള ടേൺ വന്നു, പക്ഷെ HI ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റി MDക്ക് കൊടുത്തു. വീണ്ടും LD ആണ്, അത് LDയും കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം MD, അതായത് മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആൾക്കാരാണ് MD കാറ്റഗറി. അതുകൊണ്ട് തന്നെ അതിൽ കുറേയധികം പെൻഡിങ് ലിസ്റ്റ് ഉണ്ടാവും. ആ പെൻഡിങ് എല്ലാം ഈ റാങ്ക് ലിസ്റ്റ് ഒന്നും കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിൽ DMD കാറ്റഗറിക്കാരും തന്നെ അല്ല, ഒരാളുണ്ടായിരുന്നത് ഇവിടെ അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ 2 4 5 എണ്ണം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് DA പെൻഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മുടെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ റൊട്ടേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 8 LC ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് 8 LC ഇവിടെ ഫസ്റ്റ് LC കാറ്റഗറിക്കാരൻ റാങ്ക് നമ്പർ 43 ആണുള്ളത്, അത് പോയി. അത് കഴിഞ്ഞാൽ 9 EWS ആണ്, നമ്മുടെ EWS കാരൻ 14ാമത്തെ റാങ്കാരനാണ്. പിന്നീടുള്ളത് 10 ആണ്. 10 OBC, കാരണം ഈ സത്യത്തിൽ ഇതാണ് അവിടെ വരേണ്ടത്. അവിടെ വന്നിട്ട് അതൊരു റീഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയും സ്റ്റാർ കൊടുത്തിട്ടുണ്ടാകും. അത് റീഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടും OBC ആയതുകൊണ്ട് OBCയിലെ ഏറ്റവും മുകളിലുള്ള റാങ്കുകാരനെ റീഓർഡർ വന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. 10 11 അങ്ങനെ നമ്മുടെ റൊട്ടേഷൻ പോവുകയാണ് ചെയ്യുക. വീണ്ടും നമ്മുടെ 501ാമത്തെ ആകെ ഒരു മാറ്റമുള്ളത് 501 വരുമ്പോൾ എല്ലാ 1ാമത്തെ സീരിയൽ നമ്പറും റൊട്ടേഷനും LV കാറ്റഗറിക്കാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു LV കാറ്റഗറിയാണ് റൊട്ടേഷൻ പോയി. പിന്നെയുള്ളത് മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ NCAയിൽ ഇവിടെ നമ്മുടെ 12ാമത്തെ റൊട്ടേഷൻ വരുന്നത് SC കാറ്റഗറിക്കാണ്. എന്നാൽ ഒരു NCA പെൻഡിങ് ഉള്ളതുകൊണ്ട്, ST കാറ്റഗറിക്കാരന് ഒരു NCA പെൻഡിങ് ഉള്ളതുകൊണ്ട് SCക്ക് വന്ന റൊട്ടേഷൻ STക്ക് കൊടുത്തിരിക്കുകയാണ്. അത് കോമ്പൻസേഷൻ, NCA കോമ്പൻസേഷൻ ആയിട്ട് STക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ, ഈ അഡ്വൈസ് ലിസ്റ്റിൽ ഉള്ളത്. ബാക്കിയെല്ലാം ആ റൊട്ടേഷൻ പ്രകാരമാണ് പോയിട്ടുള്ളത്. റൊട്ടേഷൻ പ്രകാരം പോയതിന് ശേഷം ഒരേ കമ്മ്യൂണിറ്റിയിലുള്ളവർ, ഉദാഹരണത്തിന് ഇവിടെ OBC, ഇതും OBC ആണ്. OBCയിൽ 60ാം റാങ്കുകാരനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ OBCയിൽ ഒരു 3ാം റാങ്കുകാരനും OBC ഓപ്പൺ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കുറവ് റാങ്കുള്ള ആളെ മുകളിലേക്ക് മാറ്റിയത് റാങ്ക് റീഓർഡർ ചെയ്ത് ഇവിടെ 3 ഇവിടെയും മറ്റേത് അവിടെ, അങ്ങനെ സ്റ്റാർ ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ ഇട്ടതെല്ലാം റൊട്ടേഷൻ ഓർഡർ പൊസിഷൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് പൊസിഷൻ ഓഫ് ദ സ്റ്റാർട്ട് കാൻഡിഡേറ്റ്സ് ആർ റീഅറേഞ്ച്ഡ് ഫോർ മെയിൻറ്റെയിനിങ് സീനിയോറിറ്റി. അതായത് റാങ്ക് കുറവുള്ള ആൾക്കാർക്ക്
സീനിയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ റാങ്ക് ഒരേ കമ്മ്യൂണിറ്റി ആണെങ്കിൽ റീ ഓർഡർ ചെയ്യും. ചില ആൾക്കാർ ഓപ്പൺ കാറ്റഗറിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക, ചിലത് റിസർവേഷൻ കാറ്റഗറിക്കാരൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്പൺ കാറ്റഗറിക്കാരൻ വന്നിരിക്കും ചിലപ്പോൾ താഴെയായിരിക്കും. അപ്പോൾ അവരുടേത് റീ ഓർഡർ ചെയ്ത് മാറ്റിവെക്കും. ഇത്രയുമാണ് ഈ അഡ്വൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ മൊത്തത്തിൽ 12 പേർ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും 13 പേർ DA കാറ്റഗറിയിൽ നിന്നും മൊത്തം 25 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ അഡ്വൈസിൽ 5 പേർക്കാണ്, അതും ഇതേപോലെ റൊട്ടേഷൻ പ്രകാരം പോയിട്ടുള്ളതാണ്. 19 EWS ആണ് കഴിഞ്ഞ അഡ്വൈസിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ 20 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 20 VA ആണ്. അതുപോലെ 21 ഓപ്പൺ, 22 ഇവിടെ മൊത്തത്തിൽ 5 അഡ്വൈസുകളാണ് ഇതിൽ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ 5 അഡ്വൈസിൽ പകുതിയിൽ കൂടുതൽ റിസർവേഷൻ പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് 3 ഓപ്പൺ കാറ്റഗറിക്കും 2 റിസർവേഷനും വേണ്ടിയാണ് പോവുക. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 24ാമത്തേത് TPO ആക്കി വെച്ച് 25 ഓപ്പൺ കാറ്റഗറിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു TPO വന്നിട്ടുണ്ട്. ഈ TPO അടുത്ത അഡ്വൈസിൽ ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത് SC കാറ്റഗറിക്കായിരിക്കും. ഇവിടെ അടിയിൽ അത് കാണിച്ചിട്ടുണ്ടാകും. TPO SC TPO ആയിരിക്കും. അതുകൊണ്ട് അടുത്ത അഡ്വൈസിൽ ഫസ്റ്റ് പോകുന്നത് ഈ TPOയ്ക്കായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുക. മൊത്തത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 30 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. 17 അഡ്വൈസുകൾ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്.